ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പ്രീ പ്രൈമറി TTC നോട്ടിഫിക്കേഷനെ കുറിച്ച്. പ്രീ പ്രൈമറി ടീച്ചർ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറേ പേര് പല ഡൗട്ടും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പറഞ്ഞു 383/2024 കാറ്റഗറി നമ്പർ. ഇത് ഗസറ്റ് ഡേറ്റ് 30/10/2024. ഇത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4 വരെയാണ്. ഇത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ആണ്. നിലവിൽ 2 വേക്കൻസിയാണുള്ളത്. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ അല്ല, എല്ലാ ജില്ലക്കാർക്കും എഴുതാൻ പറ്റും. അങ്ങനെയൊന്നും പ്രത്യേകം ആലപ്പുഴ ജില്ലക്കാർക്ക് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും എഴുതാം. ഇനി മറ്റു ജില്ലകളിലൊക്കെ ഉടൻ തന്നെ ഈ ഒരു പ്രൈമറി ടീച്ചർ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എല്ലാ എക്സാമും എഴുതാവുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ഒരുപാട് ഡൗട്ട് ചോദിച്ചത്. മോണ്ടിസോറി ഉള്ളവർക്ക് അപേക്ഷിക്കാമോ, TTC ഉള്ളവർക്ക് അപേക്ഷിക്കാമോ, പ്രീ പ്രൈമറി ഉള്ളവർക്ക് അപേക്ഷിക്കാമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. പ്രധാന ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേത് കേരള ഗവൺമെൻറ് കീഴിൽ കേരള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം. നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കമ്പൽസറിയാണ് കേരള ഗവൺമെൻറ്. അതല്ലെങ്കിൽ അത് കൊച്ചിൻ ഗവൺമെൻറ്റോ ട്രാവൻകൂർ ഗവൺമെൻറ്റിൻ്റെയോ അണ്ടറിലുള്ള സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആയാലും കുഴപ്പമില്ല. ഒന്നെങ്കിൽ കേരള ഗവൺമെൻറ് അംഗീകരിച്ച നഴ്സറി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ കൊച്ചിൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ട്രാവൻകൂർ ഗവൺമെൻറ്റോ അംഗീകരിച്ചുള്ള നഴ്സറി സർട്ടിഫിക്കറ്റ് വേണം. അതുമല്ലെങ്കിൽ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിൻ്റെ അംഗീകരിച്ചിട്ടുള്ള നഴ്സറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, അത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ അംഗീകരിച്ചുള്ള ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ മാത്രമല്ല പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നമ്മൾ കേരള ഗവൺമെൻറ് പബ്ലിക് എക്സാം അംഗീകരിച്ചിട്ടുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, നമ്മൾ PPTC എന്ന് പറയില്ലേ, PPTC ഉള്ളവർക്കും ഈ ഒരു കാറ്റഗറി ലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഒന്നുകൂടെ പറയാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നഴ്സറി ട്രെയിനിങ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അത് കേരള ഗവൺമെൻറ് അംഗീകരിച്ചത് അല്ലെങ്കിൽ കൊച്ചിൻ ഗവൺമെൻറ്റോ ട്രാവൻകൂർ ഗവൺമെൻറ്റോ അംഗീകരിച്ചത്. പിന്നെ ചൈൽഡ് വെൽഫെയർ, സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചൈൽഡ് വെൽഫെയർ അംഗീകരിച്ച നഴ്സറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ അപേക്ഷിക്കാം. പിന്നെ കൂടാതെ PPTC കേരള ഗവൺമെൻറ് അംഗീകൃത PPTC ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളെല്ലാവരും ചോദിച്ചുള്ള ഒരു ഡൗട്ടാണ്, TTCക്കാർക്ക് അപേക്ഷിക്കാമോ, DLEDകാർക്ക് അപേക്ഷിക്കാമോ? അതിനുള്ളൊരു മറുപടിയാണ് ഇതിന് താഴെ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. Preference will be given to TTC or TSLSC holders with any of the above qualification. അതായത് TTCക്കാർക്കോ TSLSCക്കാർക്കോ മേൽപ്പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ പ്രിഫറൻസ് നൽകുന്നതാണ് എന്ന്. പക്ഷേ ഇതിൽ TTCക്കാർക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല, DLEDകാർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ TTCയുടെ കൂടെ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. പിന്നെ
മോണ്ടിസോറിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മോണ്ടിസോറിക്കാർക്കും പറ്റില്ല. മോണ്ടിസോറിക്കാർക്കും ഇതുവരെ അങ്ങനൊരു ഇതിൽ വന്നിട്ടില്ല, അവർ യോഗ്യത ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ വൺ ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ അതിൽ പ്രീ പ്രൈമറി ടീച്ചർ 383/2024 എന്ന ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇൻഎലിജിബിൾ എന്ന് അവിടെ കാണിക്കും. ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ലേ, റെഡ് കളറിൽ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ വൈ ഐ ആം ഇൻഎലിജിബിൾ അവിടെ താഴെ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻഎലിജിബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കും. അപ്പോൾ അതായത് അവർ പറഞ്ഞ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് കണ്ടോ, 10th ലെവൽ SLC എന്തായാലും വേണം, അത് ഓക്കെയാണ്, എല്ലാവർക്കും അറിയാലോ SLC ഓക്കെയാണ്. പക്ഷേ ഇതാ നഴ്സറി സ്കൂൾ ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻ ദി പ്രൊഫൈൽ. നെക്സ്റ്റ് 10th ലെവൽ SLC ഓക്കെയാണ്. PPTC പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ. 10th ലെവൽ SLC ഉണ്ട്. പിന്നെന്താ ബാലസേവിക സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചർ സർട്ടിഫിക്കറ്റ്, PPTC സർട്ടിഫിക്കറ്റ്, ബാലസേവിക സർട്ടിഫിക്കറ്റ്, ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ഉള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. മോണ്ടിസോറിക്കാർക്കും പറ്റുകയില്ല. ഇപ്പോൾ TTC ഉള്ളവർക്ക് ഈ പറഞ്ഞ ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടെ അവരുടെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ TTC പോലെയല്ല, ചെറിയ LKG UKG ക്ലാസ്സിനാണ്, പ്രീ പ്രൈമറി ആണ് അല്ലേ. അപ്പോൾ അതിന് പ്രത്യേക കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ് കീഴിലുണ്ട്. അത് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. യോഗ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ സിലബസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും ഇപ്പം അടുത്ത് വരെ വന്നിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യൂണിറ്റ് 1 എന്തൊക്കെയാണ്? ശിശു വിദ്യാഭ്യാസം, സാമൂഹിക ദർശനങ്ങൾ. ഇത് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും, സാമൂഹ്യ ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസ ദർശനങ്ങൾ, വിദ്യാഭ്യാസ ദാർശനികർ. നമുക്കറിയാലോ ഇതൊക്കെ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ഇന്ത്യയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം, തുല്യത ഉൾപ്പെടുത്തൽ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസ തുല്യത ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 1 എന്നൊരു ഭാഗത്താണ് വരുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 2 ആണ്. അതിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. അത് വിവിധ ഏജൻസികൾ. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. വിവിധ ഏജൻസികളുണ്ട്. അതായത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻ വരും. പിന്നെ യൂണിറ്റ് 3 ഭാഗത്ത് വരുന്നത് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും എന്ന ഭാഗമാണ്. അതും 10 മാർക്കിൻ്റെയാണ്. അതായത് നമ്മുടെ കുത്തിവെപ്പൊക്കെ ഇല്ലേ, രോഗപ്രതിരോധ കുത്തിവെപ്പ് കാര്യങ്ങൾ, അതൊക്കെ ആരോഗ്യം, കായിക പഠനം, പരിസര പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അധ്യായം 3 വരുന്നത്. അതിൽ കുട്ടികളുടെ ആരോഗ്യനില, നിരീക്ഷണം, രേഖപ്പെടുത്തൽ എന്നിവയൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ അമ്മയുടെ ആരോഗ്യം, കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം, വിവാഹപ്രായം, ഗർഭധാരണ പ്രായം, ബന്ധുവിവാഹം, ഗർഭകാല സംരക്ഷണം, പ്രസവ സമയ പരിചരണം, മുലയൂട്ടൽ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള, ജനനസമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഭാഗം അധ്യായം 4 ആണ്. അതിൽ ശിശുവികാസവും മനഃശാസ്ത്രവും 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ പഠനം, ബുദ്ധി, ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ അധ്യായം 6 എന്താണെന്ന് വെച്ചാൽ ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്നാണ്. അത് 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും, അവരുടെ പ്രീ പ്രൈമറി പഠനം, അങ്ങനെ ടീച്ചിങ് മാനുവൽ, അങ്ങനെ കുറേ, എല്ലാം ഞാൻ പറയുന്നില്ല, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അധ്യായത്തിൽ തന്നെ, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം.
അപ്പം ഇതൊക്കെ നമുക്ക് പഠിച്ചാൽ സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തത് എന്താ പറയുന്നത്, അധ്യായം 10 എന്താണെന്ന് വെച്ചാൽ പ്രീ സ്കൂളും സമൂഹവും 10 മാർക്കിൻ്റെയാണ്. അപ്പം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് പ്രീ സ്കൂൾ PTA, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടി, ക്ലസ്റ്റർ അധിഷ്ഠിത, അങ്ങനെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. സിലബസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വേറെ വീഡിയോയിൽ ചെയ്യാം. കുറേ ലെങ്തി ആവും ഈ വീഡിയോ, കാരണം അത്രയും കാര്യങ്ങൾ ഓരോ അധ്യായത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നോക്കി നന്നായി പഠിച്ചാൽ എല്ലാ ജില്ലകളിലും ഉടൻ തന്നെ പ്രീ പ്രൈമറി നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഫോളോ ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.